പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹമാര അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ കാഷ് 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 എന്ന ശബ്ദം കേട്ടിട്ടുണ്ടാവും. ഇത് ക്യാഷാണോ, കാശാണോ, കാസാണോ? ഇതിന് കൃത്യമായിട്ടൊരർത്ഥം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രയോഗം എങ്ങനെയാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മളിന്ന് ആ സംശയങ്ങളെല്ലാം തീർക്കുകയാണ്. നമുക്കിനി അതിനെക്കുറിച്ച് ഒരു സംശയം ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഫുള്ള് എന്താണ് കാശ്, എന്താണ് അതിൻ്റെ പ്രയോഗം, എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് നമ്മളിന്നത് പഠിക്കും. ഓക്കെ, നമുക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പാർട്ടിക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സ്വന്തക്കാർ, സ്റ്റുഡൻസ്, അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആർക്കും നിങ്ങൾ ഗ്രൂപ്പ് വഴിയോ പേഴ്സണലായിട്ടോ ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീട്ടിലേക്ക് പോകും. കാഷ് 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 മുझे एक मौका मिलता, काश मुझे एक मौका मिलता, काश मुझे एक मौका मिलता, काश मुझे एक मौका मिलता. എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിൽ, എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിൽ. എന്തൊക്കെ അവസരമാണ് നമ്മൾ ആഗ്രഹിക്കുക? നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛ അനുസരിച്ച്, വലിപ്പം അനുസരിച്ച് നമ്മൾ പലതും ആഗ്രഹിക്കും അല്ലേ? മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കും, മന്ത്രിയാകാൻ ആഗ്രഹിക്കും, MLA ആകാൻ ആഗ്രഹിക്കും, MP ആകാൻ ആഗ്രഹിക്കും, പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കും, ക്യാബിനറ്റ് മന്ത്രിയാകാൻ ആഗ്രഹിക്കും, IPS ആവാൻ ആഗ്രഹിക്കും, IAS ആകാൻ ആഗ്രഹിക്കും, IFS IRS ആകാൻ ആഗ്രഹിക്കും. ഇതൊന്നുമില്ലെങ്കിൽ അവസാനം വിചാരിക്കും ഒരു നെറ്റ് കിട്ടിയായിരുന്നെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടല്ലോ കോളേജിലൊക്കെ ജോലി ചെയ്യായിരുന്നു, താൽക്കാലികമായിട്ടെങ്കിലും. ഒരു PhD കിട്ടിയിരുന്നെങ്കിൽ ഒരു പ്രൊഫസറായിട്ട് നമുക്ക് ജോലി ചെയ്യാമായിരുന്നു, നമുക്ക് സ്റ്റൈഫൻ്റൊക്കെ കിട്ടുമായിരുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹിക്കാൻ നേരത്ത് കാഷ് കാഷ് എന്ന് നമുക്ക് ഉച്ചരിക്കാനായിട്ട് സാധിക്കും. അത് കാഷ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ആഗ്രഹം വെളിപ്പെടുത്തുകയാണ്. കാഷ്, ആ കാശ് ചിലപ്പോഴല്ലോ ഇങ്ങനെയുള്ള പല രൂപത്തിലത് മാറി മാറി വരും. നമുക്ക് ബാക്കി ഉദാഹരണങ്ങളോട് നോക്കാം. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക? ഐ വിഷ് ഐ ഹാഡ് ഗോട്ടൻ എ ചാൻസ്. ഐ വിഷ് ഐ ഹാഡ് ഗോട്ടൻ എ ചാൻസ്. എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിൽ, എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിൽ. നിരാശയോടെ പറയാം, സന്തോഷത്തോടെ പറയാം, അത്ഭുതത്തോടെ പറയാം, ആവേശത്തോടെ പറയാം. ഇതെങ്ങനെയും നമുക്ക് പറയാം. കാശ് मैं वहाँ जा सकता, काश मैं वहाँ जा सकता. If only I could go there, if only I could go there. എനിക്ക് അവിടെ അത്രടം വരെ ഒന്ന് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് അത്രടം വരെ ഒന്ന് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കാശ് ആജ് ബാരിസ് ഹോ ജായേ, കാശ് ആജ് ബാരിസ് ഹോ ജായേ. കാശ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. കാശ് കാശ്, അത് ഷായും അല്ല, സായും അല്ല, ഷായും അല്ലാത്ത ഒരു സൗണ്ടിൽ നമുക്കങ്ങ് പറഞ്ഞാലോ. കാശ് കാശ് ആജ് ബാരിസ് ഹോ ജായേ. ഐ വിഷ് ഇറ്റ് വുഡ് റെയിൻ ടുഡേ, ഐ വിഷ് ഇറ്റ് വുഡ് റെയിൻ ടുഡേ. ഇന്ന് ഒരു മഴ പെയ്തിരുന്നെങ്കിൽ, ഇന്ന് ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാശ് തും മേരെ സാത്ത് ഹോത്തേ, കാശ് തും മേരെ സാത്ത് ഹോത്തേ. നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു, നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാശ് തും മേരെ സാത്ത് ഹോത്തേ, ഐ വിഷ് യു വേർ വിത്ത് മീ, ഐ വിഷ് യു വേർ വിത്ത് മീ, ഐ വിഷ് യു വേർ വിത്ത് മീ. വാട്സാപ്പ് ക്ലാസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലേ ഇപ്പം നല്ലൊരു ഓഫറുണ്ട്. ഒറ്റ ചാൻസാണ്. ഈ 30-ാം തീയതി വരെ നമുക്കതിൻ്റെ കാലാവധി ഉണ്ട്. ഈ 30-ാം തീയതി വരെ അതിൻ്റെ കാലാവധി ഉള്ളൂ. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഒറ്റ മാസം കൊണ്ട് നമുക്ക് പഠിക്കാം, ഈസി ആയിട്ട് പഠിക്കാം. ഇന്ത്യയിൽ ആര് കൊടുക്കുന്നതിനേക്കാളുള്ള ചാർജ് കുറച്ച് നമുക്ക് പഠിക്കാം. 4 ദിവസം കൂടെയുള്ള ഓഫർ, വെറും 4 ദിവസമുള്ള ഓഫർ. പെട്ടെന്ന്. താങ്ക് യു ഫോർ വാച്ചിങ്. ഫിർ മിൽത്തേ ഹേ. എൻ്റെ പേര് പ്രതീഷ്, ഞാൻ പാലക്കാട്. ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിരിക്കുമ്പോൾ തങ്കച്ചി സാറുടെ ഒരു ക്ലാസ് കണ്ടിരുന്നു. നല്ല ക്ലാസ്സായിരുന്നു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു. നല്ല എക്സ്പീരിയൻസാണ്.